കരുവന്നൂർ സഹകരണ ബാങ്ക് ഭരണസമിതി യോഗത്തിന്റെ മിനിറ്റ്സ് പകർപ്പ് CPIM ഓഫീസിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാർ. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് മിനിറ്റ്സ് വിവരങ്ങൾ കൈമാറിയതെന്ന് സുനിൽകുമാർ EDക്ക് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ CPIM നേതാക്കളെ ചോദ്യം ചെയ്യും. കേസ് ED അറസ്റ്റ് ചെയ്തിട്ടുള്ള PR അരവിന്ദാക്ഷിന്റെ ജാമ്യാപേക്ഷ കോടതി മാറ്റിവെച്ചു. സഹകരണ ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടി താൽപര്യങ്ങൾക്ക് അനുസരിച്ച് വായ്പകൾ അനുവദിക്കാൻ CPIM രൂപീകരിച്ച സബ് കമ്മിറ്റി പാർലമെന്ററി കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള EDയുടെ ചോദ്യങ്ങൾക്കാണ് പാർട്ടി മുൻ ലോക്കൽ സെക്രട്ടറി കൂടിയായ TR സുനിൽകുമാറിന്റെ നിർണായക മൊഴി. പാർലമെന്ററി കമ്മിറ്റി സബ് കമ്മിറ്റി യോഗങ്ങളുടെ മിനിറ്റ്സ് എഴുതി സൂക്ഷിക്കാറുണ്ട്. ബാങ്കിന്റെ നയപരമായ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുത്തിരുന്നത് പാർട്ടിയാണ്. മിനിറ്റ്സുകൾ സൂക്ഷിച്ചിരുന്നത് സബ് കമ്മിറ്റി കൺവീനർമാരും പാർലമെന്ററി കമ്മിറ്റി കൺവീനർമാരുമാണ്. പാർലമെന്ററി കമ്മിറ്റിയിൽ ഭരണസമിതി അംഗങ്ങളും ഏരിയ കമ്മിറ്റി നിശ്ചയിക്കുന്ന കൺവീനറുമാണുള്ളത്. മുൻ MPയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിന്റെ നേതൃത്വത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടിതല അന്വേഷണം നടന്നപ്പോൾ സമാന്തര മിനിറ്റ്സുകൾ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചെന്നും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസ് സെക്രട്ടറിയെയാണ് മിനിറ്റ്സ് ഏൽപ്പിച്ചത്. സുനിൽകുമാർ നേരിട്ടാണ് കൈമാറിയത്. പാർലമെന്ററി സബ് കമ്മിറ്റി കൺവീനർമാർ മിനിറ്റ്സ് വീട്ടിൽ കൊണ്ടുപോകാനുള്ള മടി കാരണം സുനിൽകുമാറിനെ ഏൽപ്പിക്കുകയും സുനിൽകുമാർ ഇത് ബാങ്കിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തു പോന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM പ്രാദേശിക നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ EDയുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുമ്പോഴാണ് മാപ്പുസാക്ഷിയുടെ മൊഴി പുറത്തുവരുന്നത്. ശ്രീകാന്ത്, 24, കൊച്ചി.